വേടനോട് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. ഈ സൈഡ് മുതൽ എല്ലാ സൈഡിലേക്കും ഒന്ന് നോക്കണേന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ എല്ലാ ആൾക്കാരും പറയുന്നുണ്ട്. ഫോൺ പിടിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും എല്ലാവരെയും നോക്കും. ഞാൻ ഈ സിനിമ അവരെന്നെ ചൂസ് ചെയ്ത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അവർക്ക് ആരെ വേണമെങ്കിലും വെച്ച് ഈ സിനിമ എന്താന്നുള്ളത് ഫുൾ ടീം വന്നതിന് ശേഷം നിങ്ങൾ എല്ലാവരും ഒരേപോലെ കാണിച്ചു കൊടുക്കുന്നുണ്ടോ? റെഡിയാണോ? റെഡിയല്ലേ? ഏറ്റവും ആദ്യം മൂവിന്റെ ടീമും ചലഞ്ചാണ്. ഞാനിവിടെ നമ്മുടെ ഈ പടത്തിലുള്ള നെല്ലിക്കാമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ് പടത്തിലെ ഒരു പാട്ട് ഇവിടെ സ്പോട്ടിൽ പ്ലേ ചെയ്യുന്ന സമയത്ത് സ്പോട്ടിൽ വന്ന് ഡാൻസ് കളിക്കാൻ 3 ആളുകൾക്ക് ചാൻസ് ഉണ്ട്. ആ 3 ആളുകളിൽ നിന്നും ഒരാള് വിന്നറാവും. ഇവിടെ ആ ആരാണ് റെഡി ആയിട്ടുള്ള 3 പേര്? 3 പേർക്ക് ഞാൻ ചാൻസ് തരാം. കൈപൊട്ടിക്കുക 3 ആൾക്കാർ ഇവിടെ. 8 ആരാ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇല്ല. അവിടെ ആരെങ്കിലും ഉണ്ടോ? 3 പേർ 3 ആൾക്കാർ. മോളെ പേരെന്താ? ഇവ. ആരാ കൂടെ വന്നത്? മോളെ കൂടെ ആരാ വന്നത്? ഇപ്പൊ എവിടെ? ഇവയുടെ അപ്പ എവിടെ? അപ്പ കൈകൊണ്ടിരിക്കുന്നില്ല. ആ കൈകൊണ്ടിരിക്കുക. മോള് ഡാൻസ് കളിക്കാമെന്നാണോ? ഡാൻസ് കളിക്കാൻ ഇഷ്ട? മോക്ക് ഒരു ചാൻസ് കൊടുക്കല്ലേ? അറിയോ? ഇല്ല. അറിയുമെങ്കിലും ഇല്ലെങ്കിലും ഫുൾ കോൺഫിഡൻസിൽ പറയുന്നു. പിന്നല്ലാണ്ട് അത് മാത്രമേ ഉള്ളൂ. എന്റെ പേര് നൗഷാദാണ്. കല്ലുമാല കണ്ടിട്ടുണ്ടോ നിങ്ങള്? അതില് പല്ല് മനസ്സിലായോ? അപ്പം ഇതാണ് ഞങ്ങളുടെ പുതിയ സിനിമ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് ഇത്. OTT-യിൽ കണ്ടു കഴിഞ്ഞാൽ വർക്കാവും. പക്ഷേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ആ സൈഡിൽ നിന്നുകൊണ്ടൊക്കെ സംസാരിക്കാനാണ്. എന്നാലും വളരെ സന്തോഷം. ഞാൻ കണ്ണൂരാണ്, പയ്യന്നൂര്. ഓക്കെ. അപ്പോൾ വളരെയധികം സന്തോഷം. നെല്ലിക്കാമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമ അതിൽ ഞാൻ പറഞ്ഞോളെ ഏതായാലും സന്തോഷം. ആ സിനിമയിൽ ഞാനുണ്ട്. പിന്നെ എന്താ പറയാ, എല്ലാവരും കാണണം. ആ സിനിമയിൽ ഞാനുണ്ട് എന്നൊക്കെ ഇത്ര വലിയ ഇൻട്രൊഡക്ഷൻ കൊടുത്ത് സ്റ്റേജിന് മേലൊക്കെ വിളിച്ചിട്ട് താങ്ക് യു സോ മച്ച്. ഇവിടെ എന്നെ അറിയുമെന്നൊരു പേടിയുണ്ട് എനിക്ക്. എന്നെ അറിയോ? അറിയൂലേ? അറിയൂ. എന്റെ വാപ്പാടെ പേര് പറഞ്ഞാൽ അറിയൂ. സൈനുദ്ദീൻ. അദ്ദേഹത്തിന്റെ മകനാണ്. ഞാൻ ചെയ്ത സിനിമ എന്ന് പറയുന്ന പറവയാണ്. പറവ കണ്ടിട്ടില്ല എല്ലാവരും? പറവയില് ഞാൻ ചെയ്ത റോള് നമ്മുടെ ജാഫറിന്റെ മകനായിട്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. എന്താണ് കാന്താരൊക്കെ കണ്ടോ? അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇവിടെ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമോ? നിന്റെ പല്ല് ഞാൻ അടിച്ചു പൊടിക്കും. സുപ്രഭാതം ബിഗ് ബോസ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനി നമ്മുടെ പടത്തിന്റെ അടിപൊളി. ഞാൻ കോഴിക്കോട് ഇതിനു മുന്നേയും പ്രൊമോഷൻസിന് വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് മോളിൽ വന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ ഒരു എനർജി വരുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവരും ഇന്ന് ഇവിടെ വന്ന് ചേർന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. ഇപ്പം എൻ്റെ ക്യാരക്ടർ വാഴ എല്ലാവരും കണ്ടല്ലേ? വാഴ സിനിമ, അതിനകത്തൊരു മുടി ഇല്ലാത്തൊരു കുട്ടിയില്ലേ? അതായിരുന്നു ഞാൻ. അപ്പോൾ ഇതിനകത്ത് ഞാൻ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടാണ് ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. എന്താ അതെങ്കിലും അപ്പോൾ വാഴയിൽ ഒരു ടോം ബോയിഷ് ക്യാരക്ടറാണ് ചെയ്തത്. നൈറ്റ് റൈഡേഴ്സിലേക്ക് വരുമ്പോൾ ഒരു ഫൺ ഫിൽഡ് എൻ്റർടൈനറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചിരിക്കാം. റൊമാൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, കോമഡി. ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഈ സിനിമ ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ ഈ സിനിമ അവരെന്നെ ചൂസ് ചെയ്ത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അവർക്ക് ആരെ വേണമെങ്കിലും വെച്ച് ഈ സിനിമ ചെയ്യായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ഭാഗ്യം എനിക്കത് കിട്ടി. ഇവിടെ നിൽക്കുന്ന എല്ലാവരും, ഇനിയും കുറേ പേരുണ്ട്. ഇവരൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഈ സിനിമ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ താങ്ക് യു ടു എവ്രി വൺ. താങ്ക് യു സോ മച്ച്.
നല്ലൊരു സിനിമയാണ്. എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഇത് വളരെ നല്ലൊരു സിനിമയാണ്. പക്ഷെ പേടി കാരണം ഒരു പേടി. പക്ഷെ എല്ലാവരും പറഞ്ഞ പോലെ ആരെയും നിരാശപ്പെടുത്തില്ല. 2 മണിക്കൂറുള്ള സിനിമ, ബോറടിപ്പിക്കാണ്ട് സിനിമ എന്തായാലും മുന്നോട്ട് പോകും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇവിടെ ഉള്ളവരെല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടാൽ തന്നെ പടം ഹിറ്റാവും. അപ്പോൾ എല്ലാവരും പ്ലീസ് തിയേറ്ററിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാരും പറയുന്നതാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എന്താണ് ആ പേര്? എന്താണ്? ഒന്നുകൂടി എന്താണ്? വേടന്റെ കൂടെ along with വേടൻ, I would like to വേടനോട് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. ഈ സൈഡ് മുതൽ എല്ലാ സൈഡിലേക്കും ഒന്ന് നോക്കണേന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഫോൺ പിടിച്ചിരിക്കുന്ന എല്ലാവരും എല്ലാവരും നോക്കും.